നമ്മൾ വയനാട്ടിൽ പോയി ഈ സ്ഥലമൊക്കെ കണ്ട് എല്ലാം തിട്ടപ്പെടുത്തി അത് ഇങ്ങനെ ഞാൻ എൻ്റെ മക്കളുടെ പേര് 2 പ്ലോട്ട് സ്വന്തമാക്കി അത് പിന്നെ മറ്റുള്ളവരിലേക്കും കൊടുക്കും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് 5 വയസ്സാണ്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് അവരുടെ ലൈഫ് സെക്യൂർ ആക്കാനും അവർക്കും ഞങ്ങൾ വയനാട് പോയി സ്ഥലം കണ്ട് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാനൊരു പ്ലോട്ട് എടുക്കുകയും ചെയ്തു. 3 എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. പിന്നെ കോട്ടേജ് എടുത്തിട്ടുണ്ട്. ഉറപ്പ് വരുത്തി നമ്മൾ കണ്ട് മനസ്സിലാക്കിയാണ് എല്ലാം ഉറപ്പ് വരുത്തിയ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാങ്ങിക്കാനും തയ്യാറായി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാനും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കും. നമസ്കാരം. ചന്ദനത്തോപ്പിലൂടെ കോടികൾ കൊയ്യാം, അതോടൊപ്പം മാസം തോറും റിസോർട്ട് വഴി ലക്ഷങ്ങളുണ്ടാക്കാം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. അതാണ് ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങി വെച്ച ഒരു ബൃഹത് പദ്ധതി. ഇവിടെ 3 വീഡിയോകൾ ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ 4ാമത്തെ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തത്. ഓരോ വീഡിയോയിലും ഇവിടെ പങ്കു ചേർന്നിട്ടുള്ള ഈ പ്രോജക്റ്റിൽ ചേർന്നിട്ടുള്ള പണം മുടക്കി പ്രോജക്റ്റിൽ ചേർന്നിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാണ്. കഴിഞ്ഞ 1 വർഷമായി ഈ പദ്ധതിയിൽ പണം മുടക്കി കൃത്യമായി അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ഈ പണം മുടക്കിയവരെല്ലാവരും തന്നെ, അതായത് സ്ഥലം വാങ്ങിയ എല്ലാവരും തന്നെ ഈ പദ്ധതിയുടെ വക്താക്കളാകും ഈ മാറുകയാണ്. അവർ തന്നെ തുടർന്ന് മറ്റുള്ളവരെ വിൽപ്പനയ്ക്ക് സഹായിക്കുകയാണ്. അവർ വഴി അവർക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നതെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അവർ ഈ പറയുന്ന പുതിയതായി 7 പേരെ കൂടി ഞങ്ങൾ അഭിപ്രായങ്ങൾ പുറത്തുവിടുകയാണ്. നമസ്കാരം മാം. മാമിൻ്റെ പേരെന്താ? എൻ്റെ പേര് ചൈതന്യ PC എന്നാണ്. നാട് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്താണ്. എങ്ങനെയാണ് ജസ്പേഡിലേക്ക് എത്തിയത്? ജസ്പേഡിലേക്ക് എത്തിയത് എൻ്റെ ഒരു റിലേറ്റീവ് മുഖേനയാണ് എത്തിയത്. ഞാൻ ഈ ഒരു ബിസിനസ് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി. ഇപ്പം ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മനസ്സിലാക്കി നമ്മൾ വയനാട്ടിൽ പോയി ഈ സ്ഥലമൊക്കെ കണ്ട് എല്ലാം തിട്ടപ്പെടുത്തി അത് ഇങ്ങനെ ഞാൻ എൻ്റെ മക്കളുടെ പേര് 2 പ്ലോട്ട് സ്വന്തമാക്കി അത് പിന്നെ മറ്റുള്ളവരിലേക്കും കൊടുക്കും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ എത്തിയതിന് ശേഷം ആണോ വാർത്തകൾ ശ്രദ്ധിച്ചത്? ഇങ്ങനെ മോശം കമൻറ്റുകൾ വന്നതൊക്കെ? മോശം എത്തിയതിന് ശേഷമാണ് കമൻറ്റുകൾ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഇത് കേട്ടപ്പോൾ എനിക്ക് നമുക്കറിയാമല്ലോ, നമ്മളിത് പഠിച്ച് നിൽക്കുക, അതൊരു ജെനുവിനായിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് അത്ര ആശങ്ക ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിട്ടില്ല. കമ്പനിയുടെ സൈഡിൽ നിന്നും നിങ്ങളെ വെൽഫെയർ ഫാമേഴ്സ് ക്ലബിൻ്റെ ആ കൂട്ടായ്മയിൽ നിന്നും വരുന്ന സപ്പോർട്ട് പലരും കർഷകരും എടുത്ത് പറയുകയുണ്ടായി. അതിൻ്റെ അനുഭവം എങ്ങനെയാണ്? ഗ്രൂപ്പ് ഫാമിംഗ് വെൽഫെയർ അസോസിയേഷനിൽ നമ്മളെ അംഗമാക്കിക്കൊണ്ടാണ് ഈ ഒരു ചെയ്തേക്കുന്നത്. അപ്പം അത് ഇപ്പോൾ ഈ ഒരു കൃഷി നോക്കി നടത്തുന്നത് തന്നെ അവർ തന്നെയാണ്. നമുക്കതൊരു വിശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളത് പഠിച്ച് മനസ്സിലാക്കി സെക്യൂരിറ്റി എല്ലാം കാണുന്നുണ്ട്. നമുക്ക് എല്ലാം കാണാൻ പറ്റും വന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ മനസ്സിലാക്കി. പറഞ്ഞു ഇവിടെ CCTVയുടെ പ്രൊട്ടക്ഷൻ, ചിപ്പ് CCTV അതൊരു അതെ ഒരു 5 വർഷം പ്രായമാകുമ്പോഴത്തേനായിരുന്നു ചിപ്പ് സെറ്റ് ചെയ്യും. അത് ഉറപ്പ് വരുത്തി നമ്മൾ കണ്ട് മനസ്സിലാക്കിയാണ് എല്ലാം ഉറപ്പ് വരുത്തിയ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാങ്ങിക്കാനും തയ്യാറായി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാനും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു. മാമിൻ്റെ പേരെന്താ? എൻ്റെ പേര് മഞ്ജു ജേക്കബ്. സ്ഥലം തിരുവല്ല എന്നാണ്. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് എൻ്റെ ഫ്രണ്ട് ലിറ്റി എന്ന് പറയുന്ന ആൾ ത്രൂ ആണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ആക്ച്വലി അവൾ എന്നോട് ഈ ബിസിനസ് പറയുമ്പം ഞാൻ ടോട്ടലി വേറൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ബിസിനസ്സും നേഴ്സിങ്ങും ആര് കേട്ടാലും നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല പെട്ടെന്ന്. കാരണം നമുക്ക് പറ്റുന്ന ഒരു ഇതല്ലല്ലോ, പ്ലാറ്റ്ഫോം അല്ലല്ലോ. സോ ഞാൻ ആദ്യമൊക്കെ റിഫ്യൂസ് ചെയ്തെങ്കിലും ഒരു 1 മന്ത് ഇതെന്താണെന്ന് കേൾക്കാൻ തയ്യാറായി. അങ്ങനെ കേൾക്കാൻ തയ്യാറപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മീൻസ് ബിസിനസ് ഫീൽഡിലുള്ളവർക്കല്ല, എഡ്യൂക്കേറ്റഡ് അല്ലാത്തവർക്ക് പോലും ഇതൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഒരു പ്ലോട്ടിനും ഒരു കോട്ടേജും എടുക്കാൻ സാധിച്ചു. എൻ്റെ പ്രൊഫഷണലുള്ള ആക്ച്വലി ഞാൻ യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകാൻ പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് ഞാൻ ജസ്പേഡ് കേൾക്കുന്നത്. ഇന്നിപ്പോൾ ഞാനത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്പേഡിൽ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പോൾ ജസ്പേഡ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാരണം ഞാൻ നേഴ്സായിട്ട് നിന്നിട്ട് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കിട്ടുന്ന സാലറി എത്രയാണെന്നറിയാം. സോ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഇപ്പം ഞാൻ എനിക്കൊരു നാട്ടിൽ അത് തന്നെ എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്.
അപ്പോൾ അവർക്ക് 5 വയസ്സാണ്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് എനിക്ക് അവരുടെ ലൈഫ് സെക്യൂർ ആക്കാനും അവർക്ക് മീൻസ് ഇപ്പോൾ എല്ലാവരും എന്താ നമുക്ക് നാട്ടിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത്. ഈവൻ നഴ്സസ് ആണെങ്കിലും അവരുടെ ലൈഫ് ഫാമിലി സെറ്റിൽ ആവാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പം നാട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരൻസ് ഇല്ലേ നാട്ടിൽ ഒറ്റപ്പെട്ട് പോകുന്നുണ്ട്, കാരണം അവർക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ട്. സോ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് തോന്നി. സോ എൻ്റെ വിദേശത്തുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് സെയിൽസിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേരെന്താ? എൻ്റെ പേര് നീതു വിനോദ്, കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കൊച്ചിയിൽ നിന്ന്. ഓക്കെ. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് സ്പീഡിലേക്ക്? ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഷൈലത്ത പറഞ്ഞാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. പിന്നെ ഇപ്പോൾ സോണൽ മാനേജറായിട്ടുള്ള അൻസാറും ലാലിച്ചൻ സാറും ഒക്കെ വന്ന് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ എത്ര പ്ലോട്ട് എടുത്തു? ഞങ്ങൾ ഒരു പ്ലോട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ EMI-ലും വേറെയും എടുത്തിട്ടുണ്ട്. സന്തോഷമാണ് ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ വേറുള്ള കമ്പനികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ ഒരു ഫിസിക്കൽ മീറ്റിംഗ് മുടങ്ങാതെ വരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സന്തോഷം, നമ്മുടെ ഈ മീറ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സന്തോഷം മറ്റുള്ള ഒരു മീറ്റിങ്ങിൽ നിന്നും കിട്ടാത്ത സന്തോഷമാണ് ഇവിടെ കിട്ടുന്നത്. താങ്ക് യു. മാമിൻ്റെ പേരെന്താ? എൻ്റെ പേര് സജിത രാജ്, സ്ഥലം തിരുവല്ല. അമ്മയും മകനും. എങ്ങനെ ഇതിലേക്ക് വന്നത് ഈ ജസ്പെയ്ഡിൻ്റെ? എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ച് എന്നോട് പറഞ്ഞത്. അപ്പം ഞങ്ങൾ വയനാട് പോയി സ്ഥലം കണ്ട് ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്കൊന്ന് ഞാനൊരു പ്ലോട്ട് എടുക്കുകയും ചെയ്തു. മൂന്നെണ്ണം എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റി. പിന്നെ കോട്ടേജും എടുത്തിട്ടുണ്ട്. കോട്ടേജിൽ എങ്ങനെ ഷെയർ ആണോ അല്ലെങ്കിൽ? അല്ല, ഞാൻ ഒരെണ്ണം തന്നെ എടുത്തതാണ്. ആണല്ലേ. എങ്ങനെയായിരുന്നു ഇവർ കോട്ടേജിലേക്ക് വന്നത്? ആദ്യം കോട്ടേജ് ആയിരുന്നില്ലല്ലോ, ആദ്യം ഈ പ്ലാന്റേഷൻ പ്രോജക്റ്റ് മാത്രമായിരുന്നു. പിന്നീട് ഇത് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താ തോന്നിയത്? നല്ലൊരു പ്രകാരം എന്നെ സംബന്ധിച്ച് ഒരു 60 വയസ്സ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു വരുമാന മാർഗ്ഗം ആഗ്രഹിക്കുന്ന പ്രായമാണല്ലോ ആ സമയത്ത്. അപ്പം ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചത് കിട്ടാതെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നതും. അതുകൊണ്ടൊരു പ്ലോട്ട് എടുത്ത് കഴിയുമ്പോൾ അന്നേരം കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റിനെ കുറിച്ച് നല്ലപോലെ ചിന്തിച്ചപ്പം എനിക്ക് അതുപോലെ എടുത്തേ മതിയാവും തോന്നി, അങ്ങനെ എടുത്തു. പുതുതലമുറ ഇതിലേക്ക് വരികയാണ്, ഒരുപാട് ചെറുപ്പക്കാരെ ഇതിൽ കണ്ടു. അപ്പോൾ എങ്ങനെയാണ്, അമ്മ പറഞ്ഞ വഴിയാണോ അല്ലെങ്കിൽ അതിൽ സിൻസിയറിറ്റി പ്രൂവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തോന്നിയിട്ട് വന്നതാണോ, മനസ്സിലാക്കിയിട്ട് വന്നത്? ഒരു എംപ്ലോയി ആണ്ടായിരുന്നു, ഒരു ബിസിനസ് ഓണർ എന്നൊരു ആശയം മനസ്സിലോട്ട് കുറച്ചോട്ടുണ്ടായിരുന്നു. ഒരു അവസരം ഇപ്പോഴാണ് കിട്ടിയത്. ഒരു മന്ത്ലി വേജസ് താല്പര്യമില്ല. ഇപ്പം നമ്മളിതിൽ എന്തോ ഏൺ ചെയ്യുന്നു, അതാണ് നമ്മുടെ മന്ത്ലി ഇങ്ങനത്തിൽ. അപ്പം ഞാനിത് 2 വർഷമായി കമ്പനിയിൽ വന്നിട്ട്. ഇപ്പം നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കുറേ പ്ലോട്ട് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കോട്ടേജ് ഓണർ കൂടാണ്. നിങ്ങൾ ഇതിൽ എത്ര പ്ലോട്ട് എടുക്കുക മറ്റെന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ പുതിയ ആളാണോ ഇതിലേക്ക്? പുതിയ ആളെടുത്ത് ഞങ്ങളിപ്പം 1 ലക്ഷത്തിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. പക്ഷേ ഏതിലേക്ക്? ടൂറിസത്തിലേക്കാണ് എടുത്തത്. അപ്പോൾ ഇന്ന് വന്നതാണ്. എന്താ എക്സ്പീരിയൻസ്? ആദ്യത്തെ മീറ്റിംഗ് ആയിരിക്കും ഇത്. അതെ. എന്താ തോന്നിയത് മീറ്റിങ്ങിന് വന്നത്? കുഴപ്പമില്ല, നല്ലതായിട്ടാണ് തോന്നിയത്. നല്ല സ്നേഹം ഇത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടോ മറ്റു കാര്യങ്ങൾ? നല്ല മനസ്സിലാക്കി തരുന്നൊക്കെ. നിങ്ങളെ സംശയങ്ങളൊക്കെ ചോദിച്ചാലും സന്തോഷമാണ്. മുന്നോട്ട് ജസ്പെയ്ഡ് കമ്പനിയുടെ കൂടെയും സിൽവർ ലീഫ് ബിൽഡേഴ്സിൻ്റെ കൂടെയും മുന്നോട്ട് പോകണം. ഇപ്പോൾ മൊത്തം കൃത്യമായി പറഞ്ഞാൽ 25ഓളം പേരുടെ അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടിയിട്ട് ഇനിയൊരു വീഡിയോ കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം 30 പേരുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് മൊത്തം. അടുത്ത വീഡിയോയിൽ കൂടെ ഞങ്ങൾ ഇവിടെ പങ്കുചേർന്നവരുടെ അഭിപ്രായങ്ങൾ, അതായത് അവർക്ക് നേരിട്ട് അനുഭവത്തിൽ ഈ പദ്ധതി ഗുണകരമാണോ അല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ, പുതുതായി ചേർന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഈ പറയുന്ന ആളുകളുടെ ഫോൺ നമ്പറും അതേപോലെ പേരും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരെ ബന്ധപ്പെട്ട് അവർ വഴിക്ക് പുതുതായി പദ്ധതിയിൽ പങ്കുചേരാൻ. കാരണം ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യാൻ ഗുണം കിട്ടുന്ന, ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ 20 ഇരട്ടി ഗുണം കിട്ടുന്ന മറ്റൊരു പദ്ധതിയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യട്ടെ, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഗുണം ചെയ്യട്ടെ. പല പദ്ധതികളെയും പോയി കോടികൾ നഷ്ടപ്പെട്ട് വിലപിക്കുന്ന ആൾക്കാരാണ് പലരും. ആട്, തേക്ക്, മാജിയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സംശയത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ചന്ദന കൃഷി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള ലാഭം കൊയ്യുന്ന കൃഷിയാണ്. മാത്രമല്ല ഇതിൽ റിസോർട്ട് കൂടി തുടങ്ങുകയാണ്. റിസോർട്ട് കൂടി ഉണ്ട്. ആ റിസോർട്ടിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ മാസത്തിൽ ആവറേജ് ഒരു 6 ലക്ഷം രൂപ വരെ ലാഭം കിട്ടാം. അങ്ങനെയുള്ളൊരു പദ്ധതിക്ക് എല്ലാ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ്.
ഇതിൽ പങ്കുചേരാൻ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടാനുള്ള നമ്പറുകളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ പോയി കണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം ചേരുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അംഗീകരിക്കരുത്. അവിടെ പോയി സ്ഥലം കാണണം, നിങ്ങളെ പദ്ധതി കാണണം, അവിടെയുള്ള സൗകര്യങ്ങൾ കാണണം, എന്നിട്ട് നിങ്ങൾ ചേരുക, പണം മുടക്കുക. അല്ലാതെ മിന്നുന്നു എന്നതെല്ലാം പൊന്നാണെന്ന് കണ്ട് നിങ്ങൾ ചാടി പുറപ്പെടരുത്. ഞാൻ പറയുന്നത് കണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസം കൂടി അവിടെ പോയി കണ്ട് ബോധ്യപ്പെട്ടിട്ട് വേണം ചെയ്യാൻ. വയനാട് പുൽപ്പള്ളിയിലാണ് ഈ പദ്ധതി. അവിടെ ഈ തുടങ്ങിയ ഇതിൽ ചേർന്നവരെല്ലാവരും തന്നെ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല അവർ തന്നെ മാർക്കറ്റിംഗ് ഏറ്റെടുക്കുന്നു, പുതുതായി ആളുകളെ കൊണ്ടുവരുന്നു. മറ്റുള്ളവർക്ക് ബുക്കിംഗ് കിട്ടുന്നില്ല എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ ഇവർ വഴിക്ക് തന്നെ പോയാൽ, ഇവിടെ ചേർന്നിട്ടുള്ള ആളുകൾ വഴി പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് നേട്ടമായി മാറും. നന്ദി, നമസ്കാരം.